നമസ്കാരം, വോൾവോ ഐഷറിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പുതിയൊരു വണ്ടിയാണ്. നമുക്ക് ഐഷറിന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു സെഗ്മെന്റിലേക്ക് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 3011G എന്ന് പറയുന്ന ഒരു വേരിയന്റാണ് നമുക്കിത് വരുന്നത്. 3870 വീൽ ബേസിലാണ് ഈ വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ ഓവറോൾ ലെങ്ത് നോക്കി കഴിഞ്ഞാൽ 8.2 മീറ്റർ ആയിരിക്കും നമുക്ക് ഇതിന്റെ ഓവറോൾ ലെങ്ത് നമ്മൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി നമ്മുടെ വണ്ടിയുടെ ബാക്കി സ്പെസിഫിക്കേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 3000 സീരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീമിയം കാറ്റഗറിയിൽ പ്രോ സീരീസിൽ നമുക്ക് പ്രീമിയം കാറ്റഗറിയിൽ ഫ്രണ്ട് ഡോറോട് കൂടി വരുന്ന വണ്ടികളാണ് നമുക്ക് പ്രോ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഏറ്റവും ചെറിയൊരു വാഹനമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 28 സീറ്റിലാണ് നമുക്ക് ഈ വണ്ടി വരുന്നത്. 28 സീറ്റ് എന്ന് പറയുന്നത് ഹരിത സീറ്റ് പുഷ് ബാക്കിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ വണ്ടികളെ ബാക്കിയുള്ളവർ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ലെഗ് സ്പേസ്, യാത്രാ കംഫർട്ട്, പാരാബോളിക് സസ്പെൻഷനോട് കൂടി വന്നിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള യാത്രാ കംഫർട്ട് നമുക്ക് ഇതിനുള്ളിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് വേറൊരു പുതിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത്. 140 HP കരുത്ത് പകരുന്ന 3200 RPM കരുത്ത് പകരുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ET40 ഗിയർ ബോക്സിൽ നമുക്ക് 5+1 5 ഫോർവേഡ് 1 റിവേഴ്സ് ഗിയറിലാണ് നമുക്ക് ഈ വണ്ടി വരുന്നത്. 400 ടോർക്കും ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വാഹനം അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് റോഡ്, നമുക്ക് ഏത് റോഡുകളിലും ഏത് ടെറൈനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് റോഡിയാണ് നമുക്ക് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഡിക്കി സ്പേസും ആടുമാണ്. ഇതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന നോൺ AC വണ്ടിയാണ്. നമുക്കിതിൽ AC വണ്ടികളും അവൈലബിൾ ആയിട്ട് നമുക്കുണ്ട്. സെയിം സ്പെക്കിൽ തന്നെയാണ്, എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് സെയിം ഇതിൽ തന്നെയായിരിക്കും നമുക്ക് നോൺ ACയിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മളുടെ മാർക്കറ്റിലുള്ള 26 സീറ്റ് 24 സീറ്റുള്ള വണ്ടികൾക്ക് കോമ്പറ്റീഷൻ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് യാത്രാ കംഫർട്ടാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും നോക്കുന്നുണ്ടാവുക. ആ യാത്രാ കംഫർട്ട് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഈ വണ്ടിയിൽ നൽകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ടയർ വരുന്നത് 235/75R 17.5 എന്ന് പറഞ്ഞ ട്യൂബ്ലെസ് സൈസിലാണ് നമുക്ക് ഈ വണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് പാരാബോളിക് സസ്പെൻഷനാണ് നമുക്കിത് വന്നിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ട് ആൻറ്റി റോൾ ബാറും നമുക്ക് ഈ വാഹനത്തിൽ സ്റ്റെബിലിറ്റിക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹരിത സീറ്റ് പുഷ് ബാക്കിലാണ് നമുക്ക് 28 സീറ്റ് നമുക്ക് വന്നിട്ടുള്ളത്. മെഗാ മാഗ്ന സീറ്റാണ്. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് പോയിന്റ് 1 ഫീറ്റാണ്. ഞാൻ അതിൽ ഇരുന്നിട്ട് 100% പുഷ് ബാക്കിൽ വന്നു കഴിഞ്ഞാലും എൻ്റെ കാൽ ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ എമർജൻസി എക്സിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൺറൂഫ് മോഡൽ, നമ്മുടെ കാറുകളിലൊക്കെ വരുന്ന പോലെ സൺറൂഫ് മോഡലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫിക്സ്ഡ് തന്നെയാണ്, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്കത് കവർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.